തമിഴ്നാട് തെങ്കാശിയിൽ മലയാളിയായ റെയിൽവേ ജീവനക്കാരിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതി പിടിയിൽ. കൊല്ലം പത്തനാപുരം സ്വദേശി അനീഷാണ് പിടിയിലായത്. സിസിടിവി ദൃശ്യങ്ങൾ പ്രകാരമാണ് പ്രതിയെ കണ്ടെത്തിയത്. അനീഷ് ധരിച്ച കാക്കി പാന്റ്സ് പ്രധാന തെളിവായി. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. தேடி 10 டீம் எல்லாமே ரெண்டு போலீஸாக போட்டு டீம் போட்டு கம்ப்ளீட்டாக பண்ணி ஃபுல்லாக அந்த எவிடன்ஸ் வச்சு அக்யூஸ்டை செக்யூர் பண்ணிட்டோம். இது இப்போ ரிமாண்டுக்கு அனுப்புவோம். இவங்களுக்குள்ள தொடர்பு இருக்கா? இல்லை, அந்த மாதிரி தொடர்பு கிடையாது. தொடர்பு எந்த முன்ன பண்ண யாருக்கும் தெரியாது, தொடர்பு கிடையாது. எப்படி நீங்கள் இந்த பிடிச்சிங்க? இது அவதான் அந்த விக்டிம் ட்ரெஸ்ஸு அந்த சம்பவத்தை அன்னைக்கு என்ன பேண்ட் போட்டிருக்காரு அப்படின்னு சொல்கிறாங்க. அந்த பேண்ட்டை வச்சு அனலைஸ் பண்ணி அந்த ஏரியாவோட எல்லா கேமரா, நம்ம சிசிடிவி கேமரா பார்க்கும்போது இந்த காக்கி பேண்ட், அதாவது அந்த வெந்தய கலர் காக்கி பேண்ட்டு வச்சு அதை வச்சு ஃபுட்டேஜ் டெவலப் பண்ணுறோம். ஃபுட்டேஜ் டெவலப் பண்ணி அங்கே எல்லாத்தையும் கேட்கும்போது கொஞ்சம் கொஞ்சமாக ஃபாலோ பண்ணி போகும்போது ஆமாம் பெயிண்ட் அடிக்க தங்குறான்னு சொல்லி அதன் மூலமாக அக்யூஸ் பண்ணுறோம். ഷാനോസ് ഡേവിഡ് ചേരുന്നു. ഷാനോസ്, എങ്ങനെയാണ് പ്രതിയിലേക്ക് പോലീസ് എത്തിയത്? ഇനിയുള്ള നടപടികൾ എന്തൊക്കെയാണ്? ധന്യ, പ്രതിയിലേക്ക് എത്തിയത് ആ സംഭവ സ്ഥലത്തു നിന്ന് ലഭിച്ച ഒരു ചെരുപ്പാണ് ഏറ്റവും നിർണായകമായ തെളിവായി മാറിയത്. ആ ചെരുപ്പിൽ പെയിന്റിന്റെ അംശമുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ സമീപത്തെ പെയിന്റിംഗ് തൊഴിലാളികളിലേക്ക് പോലീസിന്റെ അന്വേഷണം നീളുന്നത്. അങ്ങനെ പെയിന്റിംഗ് തൊഴിലാളികൾ ഏകദേശം 20ഓളം പെയിന്റിംഗ് തൊഴിലാളികളെയും പ്രദേശവാസികളെയും പോലീസ് ചോദിച്ചതനുസരിച്ചാണ് ഈ അനീഷ് എന്ന് പറയുന്ന കൊല്ലം ജില്ലക്കാരനായ പ്രതിയിലേക്ക് ഇയാൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ തെങ്കാശി മേഖലയിൽ പെയിന്റിംഗ് ജോലികൾ ചെയ്തു വരികയായിരുന്നു. എന്നാൽ ഈ സംഭവം നടക്കുന്നത് വ്യാഴാഴ്ച രാത്രി 8 സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. പിറ്റേ ദിവസം മുതൽ ഇയാൾ സ്ഥലത്തില്ലാത്തത് മറ്റ് പല തൊഴിലാളികൾ ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് മൊഴിയായി നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇയാളിലേക്ക് പോലീസ് ഈ പ്രതിയിലേക്ക് കൂടുതൽ അന്വേഷണം പോലീസ് കഴിയുന്നത്. അതായത് വ്യാഴാഴ്ച സംഭവം ഉണ്ടാവുന്നു, വെള്ളി ശനി 2 ദിവസം കൊണ്ട് പ്രതിയിലേക്ക് കൃത്യമായി എത്തിച്ചേരാൻ പോലീസിന് കഴിഞ്ഞു എന്നതാണ് ഈ കേസിൽ പോലീസിന് ഏറ്റവും വലിയ നേട്ടമായിരുന്നു. അതായത് ഇന്നലെ തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിഞ്ഞു. നമുക്ക് അത്ര വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത് മറ്റൊരു കേരളത്തിന് പുറത്തൊരു സ്ഥലത്തെ ക്രൈം ആയതുകൊണ്ട് തന്നെ അതിന് എത്രത്തോളം സ്ഥിരീകരണം വരും എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ നേരം പുലരും വരെ കാത്തിരുന്നത്. എന്തായാലും പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. തെങ്കാശി പോലീസ് SP പൊന്നിച്ചാമിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ വേഗം കൊടുക്കാൻ ആവശ്യമായ നീക്കങ്ങൾ നടത്തിയത്. ഏതായാലും കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 8 മണിയോടുകൂടിയാണ് മലയാളിയായ റെയിൽവേ ജീവനക്കാരിയെ ക്രൂരമായി തലക്കടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം ബലാത്സംഗം ശ്രമം ഉണ്ടാവുന്നത്. എന്നാൽ കൊതുക്കി ഓടി രക്ഷപ്പെട്ട് നാട്ടുകാർ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി അവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും അതുപോലെ തന്നെ ഈ ഇരുട്ടിന്റെ മറപറ്റി പ്രതിക്ക് രക്ഷപ്പെടാനും സാഹചര്യം ഉണ്ടായിരുന്നാലും അന്നു മുതൽ തുടങ്ങിയ അന്വേഷണം പോലീസും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും വളരെ കൃത്യമായി നടത്തി വരികയായിരുന്നു. അങ്ങനെയാണ് പ്രതിയിലേക്ക് എത്തിയത്. ഏതായാലും യുവതിയെ സംബന്ധിച്ച് ആരോഗ്യനില തൃപ്തികരമാണ്. അന്നത്തെ ഒരു ചെറിയ പരിക്കിൽ നിന്ന് മോചിതയായി വരുന്നു. ആ സമയത്ത് പരിക്കേൽക്കുന്ന സമയത്ത് 2 പേർ പിടിച്ചാൽ മാത്രമേ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നാലും വലിയ നല്ല ചികിത്സ നൽകി യുവതി ആരോഗ്യനില വീണ്ടെടുത്തിട്ടുണ്ട്. അതായത് പ്രതിയെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കേസ് അതിൽ പ്രധാനപ്പെട്ട ഘട്ടം കഴിഞ്ഞിരിക്കുന്നു.